ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്താലോ? കുട്ടികളൊക്കെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ലേ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ ആദ്യം ഈ പിസ്തയുടെ ഷെല്ലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ യെല്ലോ കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓറഞ്ച് കളറോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ, ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കളർ നിങ്ങളൊന്ന് ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എത്ര ഷെൽസ് ആണോ ആവശ്യം അത്രയും ഷെല്ലൊന്ന് നമ്മൾ ആ ഒരു കളറൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ബ്രൗൺ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല തിന്നായിട്ടൊന്ന് വരച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ ബ്രൗൺ കളർ പെയിൻറ്റിൽ ഒന്ന് ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് പിസ്തയുടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഒരു മേലത്തെ ഒരു അറ്റം തൊട്ട് താഴെ വരെ ഇങ്ങനെ ഒരു ലൈൻസായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. കുറച്ച് വിട്ട് ഇങ്ങനെ വരച്ചാൽ മതി, തൊട്ടടുത്തല്ല, കുറച്ച് വിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തിരിച്ചൊന്ന് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. നമ്മൾ ആ പൈനാപ്പിളിൻ്റെ മേലെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടുള്ള ഡിസൈൻ കാണുമല്ലോ, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. വരച്ചതിന് ശേഷം നമ്മളിനി അതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. നമ്മളെ കൈ ഒന്നും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഡിസൈനൊക്കെ അങ്ങ് മയഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ഞാൻ അതേപോലെ കുറച്ച് ഷെല്ലും കൂടെ ഒന്ന് ഇവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ട്, ഗ്ലാസ് ബോട്ടിലാണ് എടുത്തത്. വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് ഒരു 2 കോട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോവും. ജസ്റ്റ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഒരു കോട്ട് അടിച്ച് ഉണങ്ങിയതിൻ്റെ ശേഷം അടുത്ത കോട്ടും കൂടെ അടിക്കുക. എന്നിട്ട് നമ്മൾ ഈ പിസ്തയുടെ ഷെല്ല് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പം കുറച്ചൊന്ന് സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പിടിച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും. കുറച്ച് സമയം ഒന്ന് പിടിച്ച് വെക്കുമ്പോൾ ഉണങ്ങി കിട്ടും. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഗ്ലൂ ഗണ്ണ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതാണ് ഫെവിക്കോൾ വെച്ച് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ പിസ്തയുടെ ഷെല്ലും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഗ്രീൻ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു പൈനാപ്പിളിന് ആ ഒരു മേലെ ഉണ്ടാവില്ല ഒരു മുള്ളു പോലെ, അതൊന്ന് വരച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബോട്ടിലില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ മതിയോ എന്നുള്ളത്. ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല, നമ്മൾ ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചൊരു വെയിറ്റ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ നമ്മളതിൽ ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കല്ലോ അല്ലെങ്കിൽ മണലോ ഒക്കെ ഒന്ന് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്ത് കിടക്കും. അപ്പോൾ പിന്നെ അതങ്ങ് കാറ്റും തട്ടുമ്പോൾ ഒന്നും വീഴില്ല. ആ ഒരു ഇതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ തന്നെ എല്ലാ വർക്കും നമുക്ക് ബോട്ടിൽ ആർട്ട് എല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ സിമ്പിളായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഫുള്ളായിട്ട് ആ പൈനാപ്പിളിനൊക്കെ ആ ഒരു മേലെയുള്ള ഒരു ചെടിയും ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം. ഞാൻ കുറച്ചും കൂടെ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുക മേലെയും താഴെയൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പുല്ല് പോലെ, ആ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ചെടി പോലെ ഇങ്ങനെ ഗ്രീന് ആക്രിലിക് കളർ പെയിൻറ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ താഴെയുള്ള വരച്ചത് കുറച്ചും കൂടെ ഒന്ന് നീളത്തിൽ വരച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. പൈനാപ്പിളിൻ്റെ ആ ഒരു ചെടി നല്ല ലെങ്ത്തിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണല്ലോ ചെയ്യാം, അപ്പോൾ അങ്ങനെ വരച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുണ്ടെങ്കിലൊക്കെ ഒന്ന് വരച്ച് ഒന്ന് അയച്ചു തരിക. അപ്പോൾ എനിക്കും കൂടെ അതൊന്ന് കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കാമല്ലോ. എനിക്ക് ഒരുപാട് പേര് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ട്രൈ ചെയ്ത ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. കാരണം ഞാൻ ചെയ്ത വീഡിയോന് ഓരോരുത്തർ അയച്ചു തരാമെന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു അപ്രീസിയേഷനായിട്ടാണ് തോന്നാറ്. പിന്നെ ആണെങ്കിൽ എല്ലാവരും അയക്കുന്നതും നല്ല ഐഡിയാസൊക്കെ ഇട്ടിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല ഭംഗിയായിട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഈ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ തന്നെ പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രോബെറിയുടെ ഒക്കെ ചെയ്തിട്ട് ഒരു ബോട്ടിൽ ആർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ.
ഇനി അപ്പോൾ ടെസ്റ്റിമോണൽസ് ആണ്. ഒരുപാട് പേര് സ്ട്രോബെറിയുടെ ഒരു ബോട്ടിലായിട്ടാണ് അയച്ചു തന്നത്. ഫാത്തിമ മുഹമ്മദ് അയച്ചു തന്നതാണ് ഈ ഒരു പിക്ചർ, നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഫസീമ അയച്ചു തന്നത് ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ടാണ്. ബ്ലൂ റെഡ് ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. പിന്നെ റസീന അയച്ചു തന്നത് യെല്ലോ കളറാണ്. നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനും. പിന്നെ പള്ളിക്കൽ ബസാറുള്ള താജു അയച്ചു തന്നതാണ്. സ്ട്രോബെറിയുടെ ആ ഒരു ബോട്ടിൽ അയച്ചു തന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതേപോലെ മത്തൻ്റെ സീഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടും അയച്ചു തന്നിട്ടുണ്ട്. മത്തൻ്റെ സീഡ് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ട് അയച്ചു തന്നത് മുഷ്രിഫ ബീവിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഫിദ അയച്ചു തന്നത് നമ്മൾ ടിഷ്യൂ പേപ്പറും അതുപോലെ മുളകിൻ്റെ തണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെതാണ്. ചേർത്തലുള്ള രേഷ്മ അയച്ചു തന്നതും ടിഷ്യൂ പേപ്പറും മുളകിൻ്റെ തണ്ട് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. 1-2 പേര് ഡാൽഗണ കോഫി ട്രൈ ചെയ്തിട്ടും അയച്ചു തന്നിട്ടുണ്ട്. കരകുളത്തുള്ള ദീപ്തി മനോജ് അയച്ചു തന്നതാണ്, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാത്തിമ ഷംനാദ് അയച്ചു തന്നതാണ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഡാൽഗണ കോഫി. പിന്നെ പയ്യന്നൂരുള്ള സജിനി അയച്ചു തന്നതാണിത്, അത് ഹോട്ട് കോഫിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണിത്, പാം ക്രാഫ്റ്റിന് തന്നെയാണ് പേര്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ ട്രൈ ചെയ്ത് അയച്ചു തരേണ്ടത് ഇതിലേക്കാണ്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.